ഹലോ ഗുഡ് മോർണിംഗ്. ആരും ബാക്കാക്കി പോവല്ലേ കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞത് ജർമ്മൻ ലാംഗ്വേജിൽ ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ പറ്റുമെങ്കിൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ പറയാം. ഞാൻ പല വീഡിയോസിലും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ഞാനൊരു ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്, ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കുന്നുണ്ട് സൺഡേസിൽ എന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ പഠിക്കുന്നത് ജർമ്മൻ ലാംഗ്വേജ് ആണ് കേട്ടോ. ഞാനിത് സ്റ്റാർട്ട് തൊട്ടിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ 10th 12th ഡിഗ്രി ആ സമയത്തൊന്നും എനിക്ക് ലാംഗ്വേജിനെ കുറിച്ചോ ലാംഗ്വേജിൻ്റെ ബെനിഫിറ്റ്സ്, അതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, എവിടെ നിന്ന് പഠിക്കണം, എവിടെ നിന്ന് തുടങ്ങണം ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്പെഷ്യലി അത് കാരണമാണ് ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത്. എന്നെപ്പോലെ യങ് ജനറേഷൻ ഇപ്പോൾ 9th 10th ആ പ്രായത്തിലൊക്കെ ഉള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ലാംഗ്വേജിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചു തുടങ്ങിയത് ഞാൻ ജോബ് ജോയിൻ ചെയ്തപ്പോഴാണ് എനിക്ക് പിന്നെ കുറച്ചിങ്ങനെ റിയലൈസ് ആവാൻ തുടങ്ങിയത്. ഒരു ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അത് നമുക്കൊരു ആഡ് ഓൺ ആണ്, നമുക്ക് സി വിയിൽ ആഡ് ചെയ്യാനായാലും. പിന്നെ ആ സമയത്തൊക്കെ ഞാൻ ജർമ്മനിയിലൊക്കെ ജോബ്സ് അപ്ലൈ ചെയ്യാനൊക്കെ ട്രൈ ചെയ്യായിരുന്നു. അപ്പോഴും ജോബ് ഡിസ്ക്രിപ്ഷനിൽ അവരുടെ മെൻഷൻഡ് ആണ് ജർമ്മൻ ലാംഗ്വേജ് നമുക്ക് കുറച്ചെങ്കിലും അറിയണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത് ഒരു ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ്, ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിച്ചാലുള്ള ബെനിഫിറ്റ്സും അതിൻ്റെ ഇമ്പോർട്ടൻസും. അപ്പോൾ ആ കോവിഡ് സമയത്ത് ഞാൻ ഒരു പ്രാവശ്യം പോയി അന്വേഷിച്ച് എൻക്വയറി ചെയ്ത് വന്നായിരുന്നു. മുംബൈ യൂണിവേഴ്സിറ്റിയിൽ എൻക്വയറി ചെയ്ത് വന്നായിരുന്നു. അപ്പോൾ ഞാൻ എൻക്വയറി ചെയ്തത് ആക്ച്വലി സ്പാനിഷ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻക്വയറി ചെയ്ത് വന്നത്. പക്ഷേ അപ്പോൾ കോവിഡ് ആയത് കാരണം അപ്പോൾ കോഴ്സസിൻ്റെ അഡ്മിഷനും കാര്യങ്ങളും ഒക്കെ ക്ലോസ് ആയി കിടക്കുമായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതങ്ങനെ വിട്ടുപോയി. പിന്നെ ഞാൻ ജോയിൻ ചെയ്തത് 2023 കഴിഞ്ഞ കൊല്ലം ഞാൻ ജോയിൻ ചെയ്തു. പാർട്ട് ടൈം കോഴ്സാണ് ഞാൻ ജോയിൻ ചെയ്തത് മുംബൈ യൂണിവേഴ്സിറ്റിയിൽ തന്നെ. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലാവുക കാരണം നമുക്ക് പാർട്ട് ടൈം ആയാലും ഫുൾ ടൈം ആയാലും കോഴ്സസ് അവൈലബിൾ ആണ്. അതേപോലെ നമുക്ക് ബാച്ചസും പല ബാച്ച് ടൈമിങ്സും നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ടൈമിംഗ് അനുസരിച്ച് നമുക്ക് ഏത് ബാച്ച് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അങ്ങനെ ഞാൻ A1 ലെവൽ ജോയിൻ ചെയ്തു. A1 പാസ്സായി. ഇപ്പോൾ ഞാൻ A2 ആണ് ചെയ്യുന്നത്. A2 ലെവലിൽ ഇപ്പോൾ പകുതിയായിട്ടോ. ഒരു ലെവൽ 1 ഇയറിൻ്റെ ആണ്. ഇപ്പോൾ A1 1 ഇയർ ആണ് മുംബൈ യൂണിവേഴ്സിറ്റിയിൽ, അതേപോലെ A2 1 ഇയർ ആണ്. അങ്ങനെ B1 B2 അങ്ങനെ പോകും. നമുക്ക് കുറച്ചൊക്കെ ആവണം എന്നുണ്ടെങ്കിൽ B2 എങ്കിലും ആവണം. ലാംഗ്വേജ് അത്യാവശ്യമൊക്കെ നമുക്ക് ഗ്രാമർ ആയാലും അങ്ങനെയൊക്കെ സംസാരിക്കാനായാലും ഫ്ലുവൻ്റ് ആവാനൊക്കെ B2 ലെവലെങ്കിലും പിടിക്കും. അപ്പോൾ A1 കുറേയൊക്കെ ഈസി ആയിരുന്നു കേട്ടോ. പക്ഷേ A2 ലെവലിൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഗ്രാമർ ആയാലും കുറച്ചൊരു ലെവൽ കൂടുമല്ലോ A2 ആവുമ്പോൾ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. എൻ്റെ ലാംഗ്വേജ് ലേൺ ചെയ്യാനുള്ള മെയിൻ പർപ്പസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും എൻ്റെ കറൻറ്റ് പ്രൊഫൈലിൽ ബോറാവുകയാണ് മതിയാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഓപ്പൺ ആവില്ല അവിടെ നമ്മളൊരു ലാംഗ്വേജ് പഠിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ലാംഗ്വേജ് ലേണിംഗ് തുടങ്ങിയത് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ലാംഗ്വേജ് ലേണിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഫോറിൻ കൺട്രിക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അതിൽ ഓപ്പൺ ആവും. പിന്നെ നമുക്ക് ട്രാൻസ്ലേറ്റർ ജോബ്സ് കോർപ്പറേറ്റ് ലൈഫിലാണെങ്കിൽ ട്രാൻസ്ലേറ്ററായിട്ട് നമുക്ക് ജോബ്സ് അവൈലബിൾ ആവും. പിന്നെ എംബസീസിൽ നമുക്ക് ജോബ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. പിന്നെ ഒരു മെയിൻ ഫീൽഡ് എന്ന് വെച്ചാൽ ടീച്ചിങ് ആണ്. ടീച്ചിങ് പ്രൊഫഷൻ ഒരു ലാംഗ്വേജ് പഠിപ്പിക്കാൻ നല്ല ഒരു പ്രൊഫഷനാണ് ഞാൻ കണ്ടിടത്തോളം. കാരണം ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് വെറും 20-21 അത്രയേ ഉള്ളൂ അവർക്ക് പ്രായം. പിന്നെ ഇവർ ഈ കരിയർ തുടങ്ങിയിട്ട് 3-4 കൊല്ലം ആയി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത്രയും ഒരു ഏർലി ഏജിൽ നമുക്കൊരു സ്വന്തമായിട്ടുള്ള ഒരു കരിയർ നമ്മളവിടെ ബിൽഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഒരു 22-23 ഏജ് ആകുമ്പോഴേക്കും നമ്മളത് എക്സ്പീരിയൻസ്ഡ് ആയി. ഒരു ടീച്ചിങ് കരിയറിൽ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയില്ലേ. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇൻസ്പയറിങ് ആയിട്ട് തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ആ പഠിക്കണ കാലത്ത് ഇതാരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിരുന്നുണ്ടെങ്കിൽ ഞാനും ചിലപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ പ്രായത്തിൽ ഞാൻ ചിലപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ടീച്ചറായിരുന്നു ഒരു ഫോറിൻ ലാംഗ്വേജിലല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ആർക്കെങ്കിലും ഏതെങ്കിലും കുട്ടികൾക്ക് ബെനിഫിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർ ലാംഗ്വേജ് പെർസ്യൂ ചെയ്യണം. ഏതെങ്കിലും ലാംഗ്വേജിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലാംഗ്വേജ് പെർസ്യൂ ചെയ്യുക. പിന്നെ ഒരു ഫോറിൻ ലാംഗ്വേജിൽ തന്നെ ഇൻട്രസ്റ്റ് വേണമെന്നില്ല. കാരണം നമുക്കറിയില്ല ആ ഫോറിൻ ലാംഗ്വേജ് എത്ര ഡിഫിക്കൽട്ടാണ് എത്ര ഈസിയാണ് നമുക്കൊന്നും അറിയില്ല. പക്ഷേ ലാംഗ്വേജസിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കാൻ നോക്കുക. ജർമ്മൻ മാത്രമല്ല ഏത് ഫോറിൻ ലാംഗ്വേജ് ആയാലും. ഇപ്പോൾ ഹൈപ്പിൽ നിൽക്കുന്ന ഫോറിൻ ലാംഗ്വേജസ് ഐ തിങ്ക് ഫ്രഞ്ച്, ജാപ്പനീസ്, പിന്നെ സ്പാനിഷ്, പിന്നെ ജർമ്മൻ. ഈ 4 ലാംഗ്വേജാണ് തോന്നുന്നു എനിക്ക് കുറച്ച് ഹൈപ്പിൽ ഞാൻ എല്ലാവരുടെ വായിന്നും കേൾക്കുന്ന ലാംഗ്വേജസ് ഇതാണ്.
അപ്പോൾ ഏത് ലാംഗ്വേജ് ആയാലും അതിൻ്റേതായ ബെനിഫിറ്റ്സ് അതിനുണ്ടാവും. എത്രയും പെട്ടെന്ന് നമ്മളൊരു ലാംഗ്വേജ് പഠിക്കണം അത്രയും നല്ലതാണ്. കാരണം ഒരു ലാംഗ്വേജ് പഠിച്ച് തീരാൻ കുറച്ച് സമയം പിടിക്കും. ഞാൻ ഈ പറഞ്ഞ പോലെ B1 B2 അങ്ങനെ കുറേ ലെവൽസ് ഉണ്ട്. അപ്പോൾ ഒരു 4-5 കൊല്ലെങ്കിലും പിടിക്കും ഒരു ലാംഗ്വേജ് ഫ്ലുവൻ്റായി സംസാരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്ത് പഠിക്കാനും ഒരു പ്രായമില്ലല്ലോ അല്ലേ. ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ തന്നെ 16 തൊട്ടിട്ട് 50 to 60 ഏജ് ഗ്രൂപ്പ് വരെയുള്ള ആൾക്കാരുണ്ട്. പിന്നെ എടുത്ത് പറയണം 50 to 60 ആ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്ത് പഠിക്കണവർ കേട്ടോ. അത് എന്തായാലും എടുത്ത് പറയേണ്ട കാര്യമാണ്. ഇപ്പോൾ ഞങ്ങൾ യങ് ആൾക്കാർ അത്ര തന്നെ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. പക്ഷേ ഈ 50 to 60 ഇയറുള്ള ആൾക്കാർ നല്ല ഇൻട്രസ്റ്റ് എടുത്തിട്ട് പഠിക്കുന്നുണ്ട്. അതേപോലെ അവർക്ക് സ്കോറും ഉണ്ട്. അവരാണ് ക്ലാസ്സിൻ്റെ ടോപ്പേഴ്സ്. എൻ്റെ ക്ലാസ്സിൽ അവരാണ് ടോപ്പേഴ്സ്. അപ്പോൾ പഠിക്കണതിനൊരു പ്രായമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. പിന്നെ എൻ്റെ കോഴ്സിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഞങ്ങൾ വെറും ലേണിംഗ് അല്ല. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കോഴ്സ് എവറി സൺഡേസാണ് എൻ്റെ കോഴ്സ് ഉള്ളത്, പാർട്ട് ടൈം ആയത് കാരണം. പിന്നെ A1 4 hours A2 ഇപ്പോൾ 5 hours പെർ ക്ലാസ് ഉള്ളത്. അപ്പോൾ ക്ലാസ്സിൽ ഫുൾ പഠിക്കൽ മാത്രമല്ല, ഞങ്ങൾക്ക് ആക്ടിവിറ്റീസ് ഉണ്ട്, ഗെയിംസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ഓൺലൈൻ ബാച്ച് ആയത് കാരണം ഞങ്ങൾക്ക് ഇടയിൽ മീറ്റപ്പ് ഉണ്ട്. ഫുൾ ഗ്രൂപ്പിനെ ക്ലാസ്മേറ്റ്സിനെ കാണാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു മീറ്റപ്പ്, ഒരു ഗെറ്റ് ടുഗെദർ പോലെ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യും. പിന്നെ ക്ലാസ്സിലായാലും ഗെയിംസ് ആയിട്ടും പിന്നെ കുറച്ച് ഡയലോഗ് കോൺവെർസേഷൻസ് ആയിട്ടും അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്കൊരു 5 hours 4 hours ക്ലാസ്സിലിരുന്നാലും അങ്ങനെ അത്ര തന്നെ ബോറടിക്കില്ല. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ A2 എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഞാൻ A2 ജോയിൻ ചെയ്തപ്പോൾ ഈ യൂട്യൂബ് തുടങ്ങാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. യൂട്യൂബും കൂടി ആയപ്പോൾ ഇപ്പോൾ കുറച്ച് എനിക്ക് ടൈറ്റായി തുടങ്ങി. വീഡിയോസ് എടുക്കണം, ഷൂട്ട് ചെയ്യണം, പിന്നെ ജോബ് ഉണ്ട്, ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം, ഇടയിൽ ടെസ്റ്റ് ഉണ്ട്. ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും ഞങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ട് കേട്ടോ ക്ലാസ്സിൽ. അപ്പോൾ അങ്ങനെയും ഉള്ള കുറച്ച്, പിന്നെ അതല്ല എവറി 3 ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ നമുക്കൊരു ഇൻറ്റേർണൽസ് ഉണ്ടാവുമല്ലോ, അതേപോലെ ഇൻറ്റേർണൽ ടെസ്റ്റും ഉണ്ടാവും. അത് മെയിനാണ്. ഇപ്പോൾ ഈ ചാപ്റ്റർ ടു ചാപ്റ്റർ ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ 3 ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റ് അത് മെയിനാണ് ഉണ്ടാവുക, ഇൻറ്റേർണൽസിൽ ആഡ് ചെയ്യുന്നതാണ്. അതേപോലെ നമുക്ക് എക്സാംസ്, മെയിൻ എക്സാം വരുന്നത് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ പാർട്ട് ടൈം കോഴ്സിന് മെയിൻ എക്സാം വരുന്നത് പെർ ഇയർ ടുവേർഡ്സ് ദി എൻഡ് മാർച്ച് ആ സമയത്താണ് എക്സാം വരിക. പിന്നെ നമ്മുടെ നോർമൽ ഡിഗ്രിയിലൊക്കെ എങ്ങനെ സെമിസ്റ്റർ അതേപോലെ തന്നെ നമുക്ക് റിട്ടേൺ പേപ്പർ ഉണ്ടാവും, പിന്നെ വൈവ ഉണ്ടാവും, അതിൻ്റെ മുന്നേ വൈവ ഉണ്ടാവും, ഇടയിൽ ഇൻറ്റേർണൽസ് ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള, പിന്നെ പ്രസൻറ്റേഷൻ ഉണ്ടാവും, ചിലപ്പോൾ ലാസ്റ്റിൽ പ്രസൻറ്റേഷൻ ഉണ്ടാവും. അങ്ങനെ സെയിം രീതിയിലാണ് നമ്മുടെ സെമിസ്റ്റർ എക്സാമൊക്കെ എങ്ങനെ ഡിഗ്രിയിലൊക്കെ ഉള്ള അതേപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. ലാംഗ്വേജിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കുക, അതിനായിട്ട് മുന്നോട്ട് പോവുക. അതിൻ്റേതായ ബെനിഫിറ്റ്സ് ഉറപ്പായിട്ടും കിട്ടും. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാത്തിനും നമ്മൾ എഫേർട്സ് ഇടുന്ന എല്ലാത്തിനും ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.